ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാൻ ഫെസ്റ്റിവൽ 2025 തയ്യാറാക്കിയത് സുജിത് ബേബി, മാധ്യമപ്രവർത്തകൻ. അവതരണം ഹരിഷ്ണ. ഇറാനിയൻ സംവിധായകൻ ജഫാർ പനാഹിയുടെ പാംദിയോർ പുരസ്കാര നേട്ടത്തിന്റെ പകിട്ടിൽ ക്യാൻ ചലച്ചിത്രമേളയുടെ 78ാം പതിപ്പിന് വർണ്ണാഭ സമാപനം. ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കളും മാധ്യമങ്ങളും ഇക്കുറിയും ഫ്രാൻസിലെ ക്യാനിൽ ഒത്തുചേർന്നു. അവതരണത്തിലും അഭിനയത്തിലും ചമയത്തിലും തമ്മിൽ മാറ്റുരച്ചാണ് പുതുസിനിമകൾ സുവർണ സമ്മാനമായ പാംദിയോർ ലക്ഷ്യമിട്ട് മത്സരിച്ചത്. ഇറാനിയൻ രാഷ്ട്രീയം പറയുന്ന ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് ആണ് പനാഹിക്ക് പാംദിയോർ പുരസ്കാരം നേടിക്കൊടുത്തത്. ഇറാനിയൻ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും തടവറയും യാത്രാ വിലക്കുകളുമടക്കം അതിജീവിച്ചെത്തിയ ചിത്രത്തെ തേടി ചലച്ചിത്രമേഖലയിലെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നെത്തിയത് പനാഹിയുടെ നിലപാടുകളുടെ കൂടി വിജയമായാണ് ചലച്ചിത്ര ലോകം വിലയിരുത്തിയത്. 22 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിൽ മത്സര വിഭാഗത്തിലെത്തിയത്. പാംദിയോർ പുരസ്കാരം നേടിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്, സിറാത്ത്, റിസറക്ഷൻ, സൗണ്ട് ഓഫ് ഫോളിംഗ്, ദ സീക്രട്ട് ഏജന്റ്, വിമൻ ആൻഡ് ചൈൽഡ്, ദി മാസ്റ്റർ മൈൻഡ്, ടു പ്രോസിക്യൂട്ടേഴ്സ്, സെന്റിമെന്റൽ വാല്യൂ, കേസ് 137, യങ് മദേഴ്സ്, റൊമേരിയ, ദ ലിറ്റിൽ സിസ്റ്റർ, റെൻവ, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, ദ ഫിനീഷ്യൻ സ്കീം, ദ ഹിസ്റ്ററി ഓഫ് സൗണ്ട്, ഡൈ മൈ ലവ്, ആൽഫ, എഡിങ്ടൺ, ഫൗറി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ക്യാനിൽ പ്രേക്ഷക ശ്രദ്ധ നേടി. ഭരണകൂട അക്രമം, നീതി, പ്രതിരോധം എന്നിവയുടെ ധീരമായ ചിത്രീകരണമാണ് പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റിന്റെ സവിശേഷതയെന്ന് നിരൂപക ലോകം വിലയിരുത്തി. രാഷ്ട്രീയ നിലപാടുകൾ സിനിമയെന്ന മാധ്യമത്തിലൂടെ വിളിച്ചു പറയുകയും അടിച്ചമർത്തലുകളെ അഭ്രപാളികളിൽ പകർത്തുകയും ചെയ്തതിന്റെ പേരിലാണ് പനാഹിയെ ഇറാനിയൻ ഭരണകൂടം വേട്ടയാടിയത്. ഭരണകൂട ഭീകരതയെ അതിജീവിച്ച് വീണ്ടും ഒരു പാംദിയോർ പുരസ്കാരത്തിന് അർഹനായ പനാഹിയെ നീണ്ട കരഘോഷത്തോടെയാണ് ക്യാൻ യാത്രയാക്കിയത്. സിനിമാ മികവിനൊപ്പം രാഷ്ട്രീയ പ്രസ്താവന കൂടിയാണ് പനാഹി ചലച്ചിത്രത്തിലൂടെ നടത്തിയതെന്നും നിരൂപകർ അഭിപ്രായപ്പെട്ടു. ക്യാൻ വേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും ചലച്ചിത്ര രാഷ്ട്രീയ ലോകം ചർച്ച ചെയ്തു. ഐക്യത്തിനുള്ള ആഹ്വാനവും അടിച്ചമർത്തലിനെതിരായ പ്രതിഷേധവും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തന്റെ സിനിമകളെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിൽ ഒരിക്കലും പിശുക്ക് കാട്ടിയിട്ടില്ലാത്ത സംവിധായകനാണ് പനാഹി. രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം കലാമൂല്യത്തിനോ ദൃശ്യഭംഗിക്കോ കുറവ് വരരുതെന്ന വാശിയും അദ്ദേഹത്തിനുണ്ടെന്നതിന് അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ സാക്ഷി. 1995 സംവിധാനം ചെയ്ത വൈറ്റ് ബലൂണും ക്യാനിൽ പാംദിയോർ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. ഇസ്ലാമിക ഭരണകാലത്തെ സ്ത്രീ ജീവിതത്തെ ആവിഷ്കരിച്ച ദ സർക്കിൾ പനാഹിയെ ലോക പ്രശസ്തനാക്കി. ഫുട്ബോൾ മത്സരം കാണാൻ ഇറാനിൽ പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല. ഇതു മറികടക്കാൻ വേഷപ്രച്ഛന്നരായി ഗാലറിയിലെത്തിയ പെൺകുട്ടികളുടെ കഥ പറഞ്ഞ ഓഫ് സൈഡ് 2006 പുറത്തിറങ്ങിയെങ്കിലും ഇറാനിൽ നിരോധിക്കപ്പെട്ടു. ക്രിംസൺ ഗോൾഡാണ് പനാഹിയുടെ ശ്രദ്ധേയമായ മറ്റൊരു സിനിമ. 2015 നിർമ്മിച്ച ടാക്സി എന്ന സിനിമ തടവിനെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചാണ് ചർച്ച ചെയ്തത്. ബെർലിനിലെ പരമോന്നത പുരസ്കാരമായ ഗോൾഡൻ ബെയർ ചിത്രത്തെ തേടിയെത്തി. യാത്രാവിലക്കുള്ളതിനാൽ നേരിട്ടെത്തി പുരസ്കാരം സ്വീകരിക്കാൻ പോലും അന്ന് പനാഹിക്ക് സാധിച്ചിരുന്നില്ല. ജോക്കിം ട്രയറിന്റെ സെന്റിമെന്റൽ വാല്യൂ എന്ന നോർവീജിയൻ കുടുംബചിത്രമാണ് ഇക്കുറി ക്യാനിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായത്. വേഴ്സ്റ്റ് പേഴ്സൺ ഇൻ ദി വേൾഡ് എന്ന ചിത്രത്തിനു ശേഷം ട്രയർ സംവിധാനം ചെയ്ത ചിത്രമാണ് സെന്റിമെന്റൽ വാല്യൂ. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ബ്രസീലിയൻ ത്രില്ലർ ചിത്രം ദി സീക്രട്ട് ഏജന്റിന്റെ സംവിധായകൻ ക്ലെബർ മെൻഡോസ ഫിൽഹോ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് വാഗ്നർ മൗറ മികച്ച നടനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. സ്പാനിഷ് സംവിധായകൻ ഒലിവർ ലാക്സിന്റെ മരുഭൂമിയിലൂടെയുള്ള യാത്രയായ സിറാത്ത്, മാഷ ഷിലൻസ്കിയുടെ ജർമ്മൻ തലമുറകളുടെ കഥ പറയുന്ന സൗണ്ട് ഓഫ് ഫോളിംഗ് എന്നിവ ജൂറി പുരസ്കാരം പങ്കിട്ടു. ഹാഫ്സിയ ഹെർസി സംവിധാനം ചെയ്ത ഫ്രഞ്ച് ചിത്രമായ ദി ലിറ്റിൽ സിസ്റ്ററിലെ അഭിനയത്തിനാണ് നാദിയ മെലീറ്റി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഹസൻ ഹാദിയുടെ ദി പ്രസിഡന്റ്സ് കേക്ക് ക്യാൻ പുരസ്കാരം നേടിയ ആദ്യ ഇറാഖി ചിത്രവുമായി. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ചിത്രത്തെ തേടിയെത്തിയത്. ഹോളിവുഡ് ഇതിഹാസം റോബർട്ട് ഡിനീറോ, ഡെൻസൽ വാഷിംഗ്ടൺ എന്നിവർ ഓണററി പാംദിയോർ പുരസ്കാരവും സ്വന്തമാക്കി. ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ തൗഫീഖ് ബർഹോമിന്റെ ഐ ആം ഗ്ലാഡ് യു ആർ ഡെഡ് നൗ പാംദിയോർ പുരസ്കാരം നേടി. അദ്നാൻ അൽ രാജീവിന്റെ അലി പ്രത്യേക പരാമർശത്തിനും അർഹമായി. 1946 ആരംഭിച്ച ക്യാൻ ചലച്ചിത്രോത്സവം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും പ്രൗഢിയേറിയതുമായ ചലച്ചിത്രോത്സവങ്ങളിലൊന്നാണ്. എല്ലാ വർഷവും മെയ് മാസത്തിൽ ഫ്രാൻസിലെ ക്യാൻ പട്ടണത്തിലാണ് മേള നടക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയും ലോകം നേരിടുന്ന വെല്ലുവിളികൾ ഇതിവൃത്തമാക്കിയ കലാസൃഷ്ടികളുമാണ് ക്യാൻ ചലച്ചിത്രമേളയുടെ ഇത്തവണത്തെ പ്രത്യേകതയായി സംഘാടകർ അവകാശപ്പെട്ടത്. ഫ്രഞ്ച് നടി ജൂലിയറ്റ് ബിനോച്ചയായിരുന്നു പ്രധാന മത്സരത്തിന്റെ ജൂറി പ്രസിഡന്റ്. പതിവ് പോലെ ഇന്ത്യൻ സിനിമയുടെ കാര്യമായ പങ്കാളിത്തം ഇത്തവണയും ക്യാനിലുണ്ടായി. വിഖ്യാത ചലച്ചിത്രകാരൻ സത്യജിത് റേയുടെ ആരണ്യർ ദിൻ രാത്രി മുതൽ
അനുപം ഖേറിന്റെ തൻവി ദി ഗ്രേറ്റ് വരെയുള്ള സിനിമകൾ ക്യാനിനെ സമ്പുഷ്ടമാക്കി. നീരജ് ഗേവാന്റെ ഹോം ബൗണ്ട്, കൊക്കോബ് ഗബ്രവേരിയയുടെ എ ഡോൾ മേഡപ്പ് ഓഫ് ക്ലേ, ശിലാദിത്യ മൗലിക്കും അമർനാഥ് ജായും ചേർന്നൊരുക്കിയ ചരക്ക് എന്നീ ഇന്ത്യൻ സിനിമകളും ഇക്കുറി ക്യാനിന്റെ വെള്ളി വെളിച്ചത്തിൽ കാണികൾക്ക് മുന്നിലെത്തി. ഇക്കുറിയും പായൽ കപാഡിയ ക്യാനിൽ ഇന്ത്യയുടെ അഭിമാനമായി. മേളയുടെ ജൂറികളിൽ ഒരാളായി പായൽ കപാഡിയ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫ്രഞ്ച് നടി ജൂലിയറ്റ് ബിനോഷ് അധ്യക്ഷയായ സമിതിയിലാണ് പായൽ കപാഡിയ ഇടം നേടിയത്. ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രോത്സവമായ ക്യാനിന്റെ റെഡ് കാർപ്പറ്റിലെ വസ്ത്രധാരണത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ഈ സീസണിൽ സിനിമകൾക്കൊപ്പം ചർച്ചയായി. നഗ്നതാ പ്രദർശനവും ഓവർ സൈസ്ഡ് വസ്ത്രങ്ങളും മേളയിൽ അനുവദിക്കില്ലെന്ന് സംഘാടകർ മാർഗനിർദ്ദേശമിറക്കി. ഗ്രാമി പുരസ്കാരവേദിയിൽ ഗായിക ബിയാങ്ക സെൻസോറി സുതാര്യമായ വസ്ത്രം ധരിച്ചെത്തിയതും 2022 നടന്ന മേളയിൽ മാറുമറയ്ക്കാതെ നടന്ന പ്രതിഷേധവുമെല്ലാം തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളായി വിലയിരുത്തപ്പെട്ടു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സിനിമാ പ്രേമികൾ നിറയുന്ന മേളയുടെ വേദി അന്തർദേശീയ രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദം കൂടിയാകുന്ന കാഴ്ചയും ക്യാനിൽ പതിവുള്ളതാണ്. ഇക്കുറി ഐശ്വര്യ റായുടെ വരവാണ് ക്യാൻ ചർച്ച ചെയ്തത്. ഐവറി നിറത്തിലുള്ള സാരിയും വജ്രാഭരണങ്ങളും ധരിച്ച് രാജകീയ പ്രൗഢിയോടെ എത്തിയ ഐശ്വര്യയെ ക്വീൻ ഓഫ് ക്യാൻ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. മുൻ വർഷങ്ങളിൽ ഐശ്വര്യ റായിയുടെ വസ്ത്രങ്ങളാണ് ചർച്ചാ വിഷയമായതെങ്കിൽ ഇത്തവണ കണ്ണുകൾ ഐശ്വര്യയുടെ നെറ്റിയിലുടക്കി. നെറ്റിയിലണിഞ്ഞ സിന്ദൂരം ക്യാമറ കണ്ണുകൾ പകർത്തിയെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. തീവ്രവാദത്തിനെതിരായ ഇന്ത്യൻ സൈനിക നടപടിയെ ഓർമ്മിപ്പിച്ചും തന്റെ നിലപാട് വ്യക്തമാക്കിയുമാണ് ഐശ്വര്യ സിന്ദൂരമണിഞ്ഞ ക്യാനിലെത്തിയതെന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ലോകത്തിന് നൽകിയ സന്ദേശത്തിന്റെ പ്രതീകമായി ഐശ്വര്യ മാറിയെന്നും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും വിലയിരുത്തി. ഗസയിലെ വംശഹത്യയോടുള്ള തന്റെ നിലപാട് വ്യക്തമാക്കി സ്റ്റോപ്പ് ഇസ്രായേൽ എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചെത്തിയ വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചും മേളയിൽ ചർച്ചയായി. തന്നെക്കുറിച്ചുള്ള ദ $6 ബില്യൺ മാൻ എന്ന ഡോക്യുമെന്ററിയുടെ ഭാഗമായാണ് അസാഞ്ച് മേളയിലെത്തിയത്. ലൈംഗികാതിക്രമം നേരിട്ടെന്ന യുവതിയുടെ ആരോപണത്തെ തുടർന്ന് ക്യാൻ ചലച്ചിത്രമേളയിലെ ഒരു എക്സിക്യൂട്ടീവിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. ഇത് മേളയ്ക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമായി. ഫ്രാൻസിന്റെ സിനിമാ ബോർഡ് സംഘടിപ്പിച്ച ലൈംഗികാതിക്രമത്തെക്കുറിച്ചുള്ള വട്ടമേശ സമ്മേളനത്തിനിടെയാണ് യുവതി ആരോപണമുന്നയിച്ചത്. മുൻ പങ്കാളികൾ ബലാത്സംഗ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് പാം ഡിയോറിനായുള്ള മത്സരത്തിനുണ്ടായിരുന്ന ഒരു സിനിമയുടെ പ്രീമിയറിൽ നിന്ന് ഒരു ഫ്രഞ്ച് നടനെയും വിലക്കേണ്ടി വന്നത് കല്ലുകടിയായി. ശക്തമായ പ്രമേയങ്ങൾ ആധാരമാക്കുന്ന നല്ല ചിത്രങ്ങൾക്ക് ക്ഷാമമില്ലെന്നും ലോക സിനിമ പുതുതലമുറയിൽ ഭദ്രമാണെന്നും വ്യക്തമായി പറയുന്നതാണ് ക്യാനിൽ കൊടിയിറങ്ങിയ ചലച്ചിത്രമേള. വരും വർഷങ്ങളിൽ കൂടുതൽ നല്ല സിനിമകൾക്കായി ക്യാൻ കാത്തിരിക്കുന്നുണ്ട്. നമുക്കും ആ പ്രതീക്ഷയിൽ പങ്കുചേരാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ക്യാൻ ഫെസ്റ്റിവൽ 2025. തയ്യാറാക്കിയത് സുജിത് ബേബി, മാധ്യമപ്രവർത്തകൻ.